അയോധ്യ കേസിൽ വാദം കേൾക്കുന്ന അവസാന ദിനമായ ഇന്ന് നാടകീയമായ രംഗങ്ങൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. ഹിന്ദു മഹാസഭയുടെ അഭിഭാഷകൻ വികാസ് സിംഗ് സമർപ്പിച്ച രേഖകൾ സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകൻ രാജീവ് ധവാൻ കോടതിയിൽ വെച്ച് വലിച്ചു കീറുകയായിരുന്നു. ഇത്തരത്തിൽ വില കുറഞ്ഞ രേഖകൾ കോടതിയിൽ സ്വീകരിക്കരുത് എന്നാണ് രാജീവ് ധവാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ രാജീവ് ധവാന്റെ ഈ ആവശ്യത്തോട് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പ്രതികരിച്ചത്. ഇത്തരത്തിൽ കോടതിയുടെ മാന്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിച്ചാൽ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു. കുനാൽ കിഷോർ എഴുതിയ അയോധ്യ പുനരവലോകനം എന്ന പുസ്തകത്തെക്കുറിച്ച് വികാസ് കോടതിയിൽ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ പുസ്തകത്തിൽ നിന്നുള്ള ഉള്ളടക്കങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനെ രാജീവ് എതിർത്തു. തുടർന്നാണ് രാമജന്മഭൂമി എവിടെയെന്ന് പറയുന്ന ഭൂപടവും പുസ്തകത്തിന്റെ ഏതാനും പേജുകളും രാജീവ് വലിച്ചുകീറിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കേസിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് വാദം അവസാനിക്കുന്നത്. കൂടുതൽ സമയം വേണമെന്ന് ഒരു അഭിഭാഷകൻ ആവശ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ മറുപടി. കേസിൽ മധ്യസ്ഥത്തിനായി നിയോഗിച്ച സമിതി ഇന്നുച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. നവംബർ 17 മുൻപായി കേസിൽ വിധി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 17 ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നത്. കേസിൽ വാദം കേൾക്കുന്ന തുടർച്ചയായ 40ാം ദിവസമാണ് ഇന്ന്. വാദം തുടങ്ങിയത് മുതൽ ഡിസംബർ 10 വരെ അയോധ്യ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലേക്ക് വ്യോമമാർഗം അനുവാദമില്ലാതെ പ്രവേശിക്കുന്നതും ബോട്ടുകൾ പ്രവേശിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. പടക്ക വിൽപ്പനയും നിരോധിച്ചിരിക്കുകയാണ്. അയോധ്യയുടെ സുരക്ഷ കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങളെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അനുജ് കേഥ അറിയിച്ചു. അതിനിടെ ഹിന്ദു മഹാസഭ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. കേസിൽ കോടതി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയാണിത്. അതിനിടെ ഹിന്ദു മഹാസഭ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. കേസിൽ കോടതി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയാണിത്. അനുവദിച്ച സമയത്തിനുള്ളിൽ ഹർജി നൽകാത്തതിനാലാണ് തള്ളിയിരിക്കുന്നത്. എല്ലാ കക്ഷികൾക്കും വാദിക്കാനായി 45 മിനിറ്റ് വീതം സമയം മാത്രമേ നൽകൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കേസിൽ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിസ്താരത്തിൽ രാജീവ് ധവാൻ അതൃപ്തി അറിയിച്ചിരുന്നു. ബെഞ്ച് തങ്ങളോട് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും എതിർകക്ഷികളോട് എന്താണ് ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തതെന്നുമായിരുന്നു രാജീവിന്റെ ചോദ്യം. എന്നാൽ രാജീവിന്റെ ചോദ്യത്തിന് കോടതി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് കോടതി മറുപടി നൽകിയത്. 2.77 ഏക്കർ തർക്കഭൂമി രാംലല്ല, നിർമോഹി അഖാര, സുന്നി വഖഫ് എന്നിവർക്കായി വീതിച്ചു നൽകിയ അലഹാബാദ് ഹൈക്കോടതി വിധിക്കെതിരെ വിവിധ കക്ഷികൾ സമർപ്പിച്ച ഹർജികളിലാണ് സുപ്രീം കോടതി ഇപ്പോൾ വാദം കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.